ബ്രോ അങ്ങനത്തെ വീഡിയോ എടുക്കല്ലേ, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, വേറെ രീതിയിൽ അഭിനയിച്ചു നോക്കും, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതാണ് ചെയ്യുന്നറിയാമോ, ഇവന്മാരെ വന്നിട്ട് ഡയലോഗ് പറയില്ലേ, അപ്പൊ അമ്മാമ അതിന്റെ എക്സ്പ്രഷൻ ഇടണം. ഓക്കെ, അമ്മക്ക് പറഞ്ഞു കൊടുക്കട്ടെ, നിങ്ങൾക്ക് പറഞ്ഞുതരാം, മനസ്സിലായ? ഇവന്മാര് പരിദോഷം പറയൂലേ, പറഞ്ഞു തരാടാ. അതല്ല ചേട്ടാ, ഞാനാ ക്യാമറ ചേട്ടാ പട്ടി. അമ്മാമ എന്താ അറിയാമോ, ഇവരാണ് ഒരു റീൽ എടുക്കാൻ വന്നതല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഒരു എന്താ പറയാ പേജ് ഉണ്ട്. ആ പേജിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആളാണ് അമ്മ. അമ്മയുടെ പേരെങ്ങനെയാ? തങ്കമണി. തങ്കമണി. ഒന്ന് ജോളി ആയിട്ടെന്ന് പറഞ്ഞു, നല്ല സ്ട്രോങ് ആയിട്ടെന്ന്. അത്ര സ്ട്രോങ് വേണ്ട. ഞാൻ ഇവരുടെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ എന്തിനു വന്നത് എറണാകുളത്ത്? ചില്ലടിക്കാൻ വേണ്ടി വന്നതാണല്ലേ? ഏതായാലും നന്നായി. അമ്മച്ചി, അമ്മമാര് ഭയങ്കര എന്താ പറയാ, ഇന്റർവ്യൂ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ നേരത്ത് ഭയങ്കരമായിട്ടും പേടിപ്പിക്കാറുണ്ടോ അമ്മച്ചീനെ? പേടിപ്പിക്കാറില്ലേ? ഇപ്പൊ തന്നെ ഉറക്കം പറയാൻ പേടിപ്പിക്കാറില്ലേ? പേരെങ്ങനെയാ? അക്ഷയ്. അക്ഷയുടെ മുത്തശ്ശി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ മുത്തശ്ശീനെ ഒക്കെ കൊണ്ട് ഇതിനകത്ത് എന്തിനു വേണ്ടിട്ടാ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് പറ. ഞങ്ങളുടെ ചാനലിന്റെ ഒരു കോമിക്സ് പിയർ എന്നാണ്. അപ്പൊ ഇതിൽ അമ്മച്ചിയെ കൊണ്ടുവരാനുള്ള കാരണം? അമ്മച്ചീനെ കൊണ്ടുവരാനുള്ള കാരണം, ഇപ്പൊ അമ്മച്ചീനെ ആദ്യമായിട്ട് ഞാൻ അഭിനയിപ്പിക്കുന്നത് ടിക്ടോക്കിലെ ഒരു സൗണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. പാണ്ടിപ്പട സിനിമയിലെ ഒരു ഡയലോഗാണ് ചെയ്യിപ്പിച്ചത്. അത് ചെയ്യിപ്പിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മച്ചിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് കിടപ്പിലായാണ്. അപ്പൊ എന്റെ വീട്ടിലാണ് വന്ന് നിന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. പുള്ളിക്കാരി അത് അടിപൊളിയായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അഭിനയിച്ച് വീഡിയോസിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അമ്മാമ്മയുടെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ അമ്മാമ്മയുടെ ആക്ടിങ് ഒക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതാണ് എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, അമ്മാമ്മ എന്ത് ചെയ്യും, ഇപ്പൊ വീഡിയോ ഇല്ലെങ്കിൽ പോലും അമ്മാമ്മ എന്ത് ചെയ്യും എന്നുള്ള കമന്റ്സ് ഒക്കെ വരെയായിരുന്നു. പിന്നെ അമ്മാമ്മനെ വെച്ച് ചെയ്യിപ്പിച്ച് അമ്മാമ്മക്ക് ഇഷ്ടമാണ്, താല്പര്യമുള്ള. പക്ഷെ താല്പര്യം ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചു വെടി വേണ്ട. സംസാരിക്കുന്നേ. നിങ്ങളുടെ സ്ഥലം എവിടെയാ? ഞങ്ങളുടെ ആലുവയാണ്. അമ്മമ്മ പെരുമ്പാവൂരുകാരിയാണ്. പെരുമ്പാവൂരുകാരിയാണ്. 2 മിക്സ് ചെയ്തുള്ള ഒരു സ്ലാങ് വരും ഇപ്പൊ തന്നെ. അല്ല അമ്മ, ഞാൻ ഒന്നിട്ട് വീഡിയോയിൽ കണ്ടിരുന്നു മെയിൻ ക്യാരക്ടർ ഒക്കെ ആയിട്ട് ചെറുതായിട്ട്. ഇതൊക്കെ എങ്ങനെയാ മൊത്തം ഈ അഭിനയം പഠിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഇപ്പൊ ഒരു റീൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ഒരു സാധനം എടുക്കാൻ നിങ്ങൾക്ക് എത്ര ടൈം വേണ്ടി വരും? അതിലെ കണ്ടന്റ് എങ്ങനെയാണ്? അത് ഓരോ കണ്ടന്റിന് അനുസരിച്ചാ. ഇപ്പൊ നമ്മൾ ഈസ്റ്ററിന്റെ ഒക്കെ വീഡിയോ ചെയ്തത് മണിക്കൂറുകളോളം എടുത്തിട്ടാണ്. ഇപ്പൊ നമ്മള് ബ്ലഡ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി രാത്രി. ബ്ലഡ് ഞാൻ കണ്ടിരുന്നു. അതെങ്ങനെയാണ് സംഭവം? അത് നമ്മുടെ ഫുഡ് കളർ വാങ്ങിക്കുന്നത്. ഫുഡ് കളർ വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങള് കുറച്ച് മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലുമായിട്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവർ പൊടിയൊക്കെ ചേർത്ത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ വെള്ളമൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങള് ബ്ലഡ് ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങള് ചെയ്യാ. ആരാണ് ഈ ഒരു കോമിക്സ് പിയർ അല്ലെ? കോമിക്സ് പിയർ. അതിന്റെ അർത്ഥം എന്താ? കോമിക്സ് പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ കോമഡി കുന്തം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മുടെ ഒരു കോമഡി കൊണ്ട് മറ്റുള്ള ഒരു പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കുത്തി ചേർക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അത് മറ്റുള്ളവന്റെ മനസ്സിലേക്ക് കുത്തി ചേർക്കുക. അതിനാണ് അമ്മാമേനല്ലേ? ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ തുടങ്ങുന്നത് തന്നെ സംവെയർ ഇൻ കോമിക്സ് പിയർ യൂണിവേഴ്സ് എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ പോലും ഉണ്ട് ഈ കഥ നടക്കുന്നത് കോമിക്സ് പിയർ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിലാണ് ഞങ്ങളുടെ കഥ നടക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ആ യൂണിവേഴ്സിൽ ഒരു ഏലിയൻസ് ആണ് ഞങ്ങൾ എല്ലാവരും. ആ ഒരു രീതിയിലാണ് ഞങ്ങളത് കൊണ്ടുവന്നേക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ആളുടെ പേരെങ്ങനെയാ? എന്റെ പേര് ഡാനി. ഡാനി എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്കുകയാണ്. ഡിഗ്രി BA കോഴ്സ് സെന്റ് പീറ്റേഴ്സിലാണ് കോളേജിൽ. അതായത് കാര്യമില്ല, നടന്നങ്ങ് പോകും. നിങ്ങളെല്ലാം അടുത്തടുത്ത് തൊട്ടടുത്ത. അന്ന് നിങ്ങളുടെ ഒരു വീഡിയോ അല്ലേ ലാസ്റ്റ് ഒരു ഇപ്പൊ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ഈസ്റ്ററിന്റെ വീഡിയോ തോന്നുന്നു, ഒരു കോളനി പോലെ ലൈക്ക് ഒരു കുറെ ആളുകളൊക്കെ വന്നിട്ട് നാട്ടുകാരും ആരൊക്കെ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ, കുറെ അധികം ആൾക്കാരുണ്ട്. സാധാരണ നിങ്ങൾ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ഒരാളെ മറ്റേ വേലിയുടെ പുറത്തിരുന്നിട്ട് അയാളെ അടിച്ചു വീഴ്ത്തിയിട്ട് കള്ളനെ പിടിക്കുന്നത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലത്തെ. അത് ഞങ്ങളുടെ അടുത്ത് തന്നെ, വീടിന്റെ അടുത്ത് തന്നെ. കോളനി മീൻസ് കുറെ വീടുകൾ അപ്പൊ ആ ഗൂർഖനെ പിടിക്കുന്ന ഗൂർഖ കളർ പിടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു, ഓർമ്മയില്ല. ആളുടെ പേരെങ്ങനെയാ? പ്രണവ്. എന്ന് ചെയ്യുന്നത്
ഉം. അപ്പൊ ഇതിനിടയ്ക്കാണോ അത് ഈ അഭിനയിക്കാൻ വരുന്നത്? ആരാ സ്ക്രിപ്റ്റ് എഴുതുന്നത്? സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. എന്താ ജോലി? ഒരു ജോലിയില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കണു. അവിടെ വേറെ ആരും വിളിക്കാത്തോണ്ട് ആ ടൈമിൽ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നു. ഇവന്മാരെ കുട്ടി ഇവന്മാര് ഫ്രീ ആണെന്ന് ചോദിക്കും എല്ലാവരും. ഫ്രീ ആണെങ്കിൽ അപ്പൊ കിച്ചൺ കണ്ടന്റ്. അപ്പൊ തന്നെ. അപ്പൊ ഈ ഇരിക്കുന്ന രണ്ടുപേരാരാ? ഇവര് നെയ്ബേഴ്സ് ആണ്. ചെറുപ്പം മുതലേ ടിക്ടോക്ക് ഞാൻ ചെയ്യുന്ന ടൈം മുതൽ ഇവന്മാര് രണ്ടുപേരും ഉണ്ട് കൂടെ. പേരെങ്ങനെയാ ഇവരുടെ? ആദിനാഥ്, ദേവനാഥ്. ചേട്ടന് വന്നായി അപ്പൊ നിങ്ങളുടെ റോളിനൊക്കെ എങ്ങനെയാണ്? വീട്ടുകാരെങ്ങനെയാ പറയുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം. കളിക്കാനുള്ള സമയത്തിനിടയ്ക്ക് ട്രയൽ ചെയ്യിപ്പിക്കാറുണ്ടോ? അപ്പൊ എന്നാ തോന്നും? ചേട്ടാ ഇവര് പണി നോക്കാൻ പറയണം അല്ലേ? അങ്ങനെയൊന്നും ഇവന്മാർക്ക് ഇത് കൂടുതലാ. അതായത് വേറെ ആരെങ്കിലൊക്കെ കണ്ടേക്കുമ്പോ ശ്രദ്ധ കുറവാണ്. അതായത് നമുക്കിപ്പൊ ഇത്ര ടൈമിന്റെ ലേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനല്ലോ. അപ്പൊ ഇവന്മാരെ കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് കൊറേയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമുക്ക് ദേഷ്യം വരും. ചില വീഡിയോസിലൊക്കെ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞ് ഞാൻ ഇനിയിപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡിമാൻഡഡ് ഉള്ള ആളുകളാ അഭിനേതാ? വല്ലതും പറഞ്ഞു കൊടുക്കട്ടോ. ഡിമാൻഡഡ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പിച്ച് അടിക്കുകയൊക്കെ ചെയ്തപ്പോ അപ്പൊ തന്നെ നിങ്ങളില്ലെങ്കിൽ അത് ഓണത്തില്ല. അപ്പൊ ഇത്തിരി വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കണം അല്ലെ? അമ്മച്ചേട്ടന് 10 മിനിറ്റ് സമയം കൊടുത്തില്ല. എന്നോട് മിണ്ടുന്നില്ല. എന്താ സംഭവം ശബരിമലക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടുത്ത ദിവസം ശബരിമലക്ക് പോയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ശബരിമലക്ക് പോയിട്ട് കുഴപ്പമില്ല. ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞു. ഒരുപാട് ആൾക്കാർ വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോ കാണുന്ന പോലെ തന്നെയാണോ? ഫോട്ടോ കൊടുത്തു വർത്താനമൊക്കെ പറഞ്ഞു. ഇങ്ങനെ നടന്നവിടെ കയറിയ ഡോളിയെ തന്നെയാണോ? അങ്ങനെ ഡോളി ഇങ്ങോട്ട് ശബ്ദം വിട്ടോ തിരിച്ചിങ്ങോട്ട് ഞാൻ പറഞ്ഞു പിടിച്ചിറക്കും പറഞ്ഞു. നടന്നിറങ്ങണം. പുള്ളിക്കാർക്ക് കേറണമെന്ന് ഇറങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ പറഞ്ഞു രണ്ടും നമുക്ക് നടപടി ആവും നോക്കാം. അപ്പൊ അങ്ങോട്ട് ആ പടി കണ്ടപ്പോ തന്നെ പുള്ളിക്കാരി നിന്നിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നാം. ഓടി വിളിക്കാം. പിന്നെ പകുതി വെച്ച് പിന്നെ വിളിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ അങ്ങനെ കയറട്ടെ വിചാരിച്ചു. പിന്നെ ഇറങ്ങുന്ന സമയത്ത് എന്റെ ഷോൾഡറിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായി. പയ്യെ ഇറങ്ങി പോകുന്നു. എത്ര വയസ്സുണ്ടാവും? എനിക്ക് 72 കഴിഞ്ഞു. 73 പോകും. 73 അഭിനയത്തിലേക്ക് കടന്നത്. 72 അഭിനയത്തിലേക്ക് എന്നെ തിരിഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്നും കാണണ്ട അതല്ലേ? അമ്മച്ചി എങ്ങനെയുണ്ട് കൊച്ചുമാവന്റെ കൂടെ അഭിനയിക്കുന്നുള്ള എക്സ്പീരിയൻസ്? ഇപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു അറിയാൻ പാടില്ലല്ലോ നമുക്ക് ആദ്യമായിട്ട്. അപ്പൊ ഒരു മടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഇഷ്ടാണ്. ഇപ്പൊ ചോദിക്കും അങ്ങോട്ടേക്ക് ചോദിക്കും. ഇപ്പൊ വീഡിയോ ഇപ്പൊ ഒരു 3 വീഡിയോയിൽ ഇല്ലെങ്കിൽ എന്നെ മറന്നാ ഇപ്പൊ എന്നെ ഒന്നും വിളിക്കണല്ലോ എന്ന് പറയും. 3 വീഡിയോയില്ലെങ്കിൽ ഒന്ന് ചോദിക്കും. ഞാൻ പറയാം അമ്മ കഥാപാത്രം പറ്റേ കഥാപാത്രം അല്ല എന്നെ ഇല്ലാതെ അപൂർവേ ഉള്ളൂ അവൻ. മിക്കതിലും ഞാനുണ്ട്. തലയിലും കാണിക്കുന്നുണ്ട്. അപ്പൊക്ക് അമ്മക്ക് സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ ഞാനിങ്ങനെ പറയും. ഓൾറെഡി പറയും ഇങ്ങനെ സാധനം ഉണ്ട് റെഡിയാക്കി വെച്ചോ. ഒരു പാട്ട് പാടുന്ന സീൻ ഉണ്ട്. പാട്ട് പഠിച്ചു വെച്ചോ. ബാക്കി പുള്ളിക്കാരി കൈ നിട്ടോളൂ. അത് കൈ നിട്ടോളൂ. വേറെ പേടിക്കാനൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മറ്റേ ബ്രഹ്മയുഗത്തിന്റെ ഇത് കണ്ടായിരുന്നല്ലോ. അത് മറ്റേ ഒറിജിനൽ കാണിച്ചു കൊടുത്തിരുന്നോ? ഇല്ല. അത് ഞാൻ പറഞ്ഞു സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഞാൻ അമ്മമ്മ അടുത്ത് പറഞ്ഞു അമ്മമ്മ കഥാപാത്രം നോക്കി വെച്ചോ. മമ്മൂട്ടിനെ മമ്മൂക്കയുടെ കഥാപാത്രമാണ്. അത് കണ്ടു വെച്ചോ. അത്ര അമ്മമ്മ വന്നില്ലെങ്കിലും അതിന്റെ 1% 2% വരണം. അമ്മ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു ചാത്തനാണ് അമ്മാമ. അപ്പൊ അതിന് രീതിയിലാണ് അഭിനയിക്കാൻ പുള്ളിക്കാരി. അത് പെരുമ്പാവൂര് പോയി ചെയ്തേ. പെരുമ്പാവൂര് ഞാനും ചോദിക്കാൻ അമ്മമ്മയുടെ വീടാണത്. തറവാടാണ്. അവന്റെ ഫ്രണ്ടില് മൊത്തം റബ്ബറും തോട്ടവും മറ്റേ കാട് പൊടിച്ച പോലെയാണ്. ആദ്യമായിട്ടാണ് ലൊക്കേഷൻ മാറി ഒരു ഷൂട്ട് എടുക്കുന്നത്? ഇല്ല, ഞങ്ങള് വേറെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അവിടെ എടുക്കാം. പിന്നെ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ കിഴിമാടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാമീണത നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ ഞങ്ങൾക്ക് നാട്ടും പാടം കുളം എല്ലാം ഉണ്ട് നമുക്ക് അവിടെ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. അതെ അമ്മാമ മറ്റേ പറയുന്നതിന്റെ പേര് തമ്പറാട്ടിയായിട്ട് അപ്പൊ കച്ചയൊക്കെ കിട്ടി ആരോ ഒരുക്കി വിട്ടെ? ഞാൻ തന്നെ നമ്മുടെ സെറ്റ് കൊണ്ട് ഓരോന്നെടുത്ത് സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ആരാ നിങ്ങളുടെ ക്യാമറമാനാണ്? വണ്ടിയിൽ വന്ന പയ്യൻ. വണ്ടിയിൽ വന്ന പയ്യൻ അല്ലെ? പുള്ളിയാണോ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്? അല്ല, ചില വീഡിയോസിൽ പുള്ളികളെ കിട്ടൂല. ഇപ്പൊ പുള്ളിനെ കിട്ടാത്തോണ്ട് ഇപ്പൊ എല്ലാം ഞങ്ങൾ തന്നെ പഠിച്ചു.
ക്യാമറ ഞാൻ ക്യാമറ വരെ പഠിച്ചു. അപ്പൊ പുതിയ വർക്കിലേക്ക് പോണേ. അമ്മാമ വരെ ക്യാമറ ചെയ്യും, അമ്മാമ വരെ ക്യാമറ ചെയ്യും. ഒരു സിറ്റുവേഷനില് അവരും ഇല്ല, ഞാനും ഇവനുള്ള കോൺവെർസേഷനാ. അപ്പൊ കൂടെ ആരും നിന്നപ്പോ അമ്മ പറഞ്ഞ ക്യാമറ പിടിച്ചോ, ഇറക്കാണ്ട് പിടിക്കണം. അതൊക്കെ ക്രിസ്തുമസിന്റെ പെരുന്നാളിന്റെ വീഡിയോ, പെരുന്നാളിന്റെ ഒരു ഫ്രെയിം അത് അമ്മ പിടിച്ചു. ഓണാക്കിയിട്ട് അമ്മാമനെ കൊണ്ട് നേരെ പിടിപ്പിച്ച്. അമ്മമ്മ അനക്കല്ലേട്ട അമ്മ പിടിച്ചോട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇത് ഇങ്ങനെ പിടിച്ചാ പോലെ പോലെ താലം പഠിക്കണ പിടിക്കും ഇങ്ങനെ പിടിച്ച് ഒന്ന് എത്തിയിട്ടല്ലേ ക്യാമറ. അവരങ്ങനെ അമ്മ ശരിക്കും മുറുക്കം പിടിച്ചോട്ടാ എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ പിടിച്ച് ചേട്ടാ കേട്ടോ പറഞ്ഞു. ഞങ്ങള് ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ അമ്മാമേ കൊച്ചുമോൻ ഇതിന്ന് വരുമാനം കിട്ടുന്നൊക്കെയുണ്ടോ? കിട്ടണ്ടേ എനിക്ക് തോന്നുന്നു. ചോദിക്കാറൊന്നുമില്ല, കിട്ടണുണ്ടല്ലോ, കുഴപ്പമില്ല. അതേ പറ്റി ഒന്ന് ഞാൻ അന്വേഷിക്കാം. പിന്നെ പോലെ അഭിനയത്തിൽ പ്രതിഫലം വാങ്ങിക്കണം. അമ്മാമേനെ കുത്തിയിറക്കിയാണ് ഇവന്മാര് കാശ് മേടിക്കണത്. അമ്മാമയെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാവരും പണിക്ക് പോകുന്നുണ്ട്. അല്ലേ? അല്ല സ്വാഭാവികം. അതെ, അമ്മാമയോടത്തെ മെയിൻ ആക്ടർ. അതെല്ലാം ചോദിക്കണം. അമ്മാമനെ ചോദിക്കണൂട്ടോ. അതെ എന്റെ മോനല്ലേ, അവന് കെട്ടിയാ എനിക്കുണ്ടല്ലോ. അതെ, നീ കൗണ്ടർ അടിച്ചു, ഞാൻ കൗണ്ടർ അടിക്കാൻ വന്നതാണ്, നീ കൗണ്ടർ അടിച്ചു. അല്ല ശരിക്കും ഈ പറയുന്ന വീഡിയോസില് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ 72 വയസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രായമായവരെ വീടുകളിൽ പരിഗണിക്കുന്ന ഒരു വലിയ കാര്യം. അപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇങ്ങനെ കുറെ അവരുടെ വീട്ടിലെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒക്കെ കൂടെയുള്ള കുഞ്ഞു 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 നിമിഷങ്ങൾ എടുക്കും. അമ്മച്ചിക്ക് ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. അതായത് ഒരു കാലത്ത് ഇതൊന്നും പെണ്ണുങ്ങള് വെളിയിലോട്ട് പോലും ഇറങ്ങുന്ന ഒരു സംവിധാനം. അതുപോലെ ആയിരുന്നു ഞാനും. എങ്ങനെയാ വീട്ടില് കൃഷി, പശു, നമ്മുടെ എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല, പിള്ളേര്, കുടുംബത്തിലെ പ്രാരാബ്ദം, 3-4 പശു, കൃഷി, നമുക്ക് സ്വന്തമായിട്ട് കൃഷി സ്ഥലവും കാര്യങ്ങളും അതിൽ കിടന്നു മുങ്ങി. പകുതി അല്ല, മുക്കാലും അവിടെ തീർന്നു. പിന്നെ എനിക്ക് പറ്റില്ലാണ്ടായി. ഇപ്പൊ ഞാൻ കയ്യും കാലും സുഖമില്ലാണ്ടായി. അപ്പൊ പശുവിനൊക്കെ വിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സുഖമില്ലാണ്ടായിപ്പോ ഇങ്ങനൊരു എന്നെ കൊണ്ടുവന്നു. അമ്മ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞ എന്നെ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എനിക്ക് അടിപൊളി തിരിഞ്ഞു നോക്കാണ്ടി വന്നിട്ടില്ല. അതിങ്ങനെയൊക്കെ കൈ കാണുമ്പോ അറിയാം ഇത്രയും വർഷമായിട്ട് അധ്വാനിച്ച കൈകളാണ്. പശുവിനെ കറക്കല്, കുളിപ്പിക്കല്, വെള്ളം കൊടുക്കല്, പാലുണ്ടോകല് എല്ലാം ചെയ്തു. പിന്നെ കൃഷി, കൊയ്ത്ത്, മെതി, നെല്ല് പാറ്റല്, കാറ്റത്ത് പിടിക്കല്, പുഴുങ്ങല്, കുത്തല് എല്ലാം. നിങ്ങളുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഒരു വെളിയിലോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഒരു സ്ത്രീകൾ അങ്ങനെ വരുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ നമ്മുടേതായ കാര്യം വരുമ്പോ നമ്മള് വീട്ടില് പണിയൊക്കെ വരുമ്പോ നമ്മുടെ പണി തീർക്കണമെന്നല്ലേ. അന്നൊക്കെ അപ്പൊ ശബരിമലയ്ക്ക് പോകണം എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം പോവാം. ഇപ്പൊ നമുക്ക് പണിയല്ലേ, അടുത്ത കൊല്ലം പോവാം. അങ്ങനെ ആയി പിന്നെ നമുക്ക് കൈയും കാലൊക്കെ സുഖമില്ലാണ്ടായില്ലേ. അപ്പൊ ഇനി പോവാൻ പറ്റൂല എന്നാണ് നമ്മള് വിചാരിച്ചത്. അപ്പൊ പോവാൻ പറ്റൂല എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഇനി ഈ ജന്മത്തിൽ ഞാൻ സ്വാമിയെ കാണാൻ പോക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. സ്വാമിയോട് ഞാൻ എപ്പോഴും പരാതിയും പറയും. എനിക്ക് മാത്രം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. നെല്ല് അരിയൊക്കെ മണക്കുക, നെയ്യ്, പൈസയൊക്കെ ഉണ്ടല്ലോ നമുക്ക്, നെയ്യ്, നാളികേരം എല്ലാം, ഉണക്കലേരി എല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് മാത്രമാണ് നടക്കാൻ വരാൻ എന്താ യോഗം തരാത്തതെന്ന് ഞാൻ പരിഭവം പറയാറുണ്ട് മൗനമായിട്ട്. പക്ഷെ എൻ്റെ അക്ഷയനെ കൊണ്ടുപോയി. അയ്യോ, അത് കൊണ്ടുപോയത് വെറുതെ അല്ല. അതെ, അല്ലാതെ ചുമ്മാ അല്ല പോയത്, സ്റ്റാർ ആയിട്ടല്ലേ പോയത് അല്ലേ? കാണാൻ ചുമ്മാ ഒരാൾ ശബരിമല കയറുന്ന പോലെ അല്ല, സെലിബ്രിറ്റി. ഒരുപാട് പേരൊന്നും സംസാരിച്ചു. പിന്നെ ഞാൻ വീഡിയോയിൽ പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല ആക്കിയെന്നുള്ളൂ. ഇതിനകത്ത് വേറൊരു ആക്ടറാണ് കേട്ടോ. പേരെങ്ങനെ, മെയിൻ ആക്ടറാണ് ഗോപിക. ഗോപിക നിങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ. എന്താ നിങ്ങളുടെ ആരാണ്? നായികക്ക് വരെ പഞ്ഞാണല്ലോ അവിടെ. ആണല്ലേ? അങ്ങനെ നിങ്ങൾ പറഞ്ഞു അച്ഛനെ മതി. ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റി? അത് ക്യാൻസർ ആണ് ബ്രസ്റ്റിൽ. അപ്പൊ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ. അപ്പൊ അവിടെ ഇന്ന് ഡിസ്ചാർജ് ആവും. ഇന്ന് ഡിസ്ചാർജ് ആവും അല്ലെ? അവിടെ നമ്മുടെ നായിക വരാൻ കുറച്ച് ലേറ്റ് ആയി. നായികക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ അമ്മയോട് ഇവരോടൊക്കെ സംസാരിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇത് ഡിഗ്രി ഇത് രണ്ടുപേരും എത്രയില്ല? 7ലേക്ക് ആവണം. 7ലേക്ക്.
അഞ്ചിലേക്ക് അപ്പൊ 10 വയസ്സ് 10 to 72 ഇവിടുത്തെ കണക്ക് അല്ലെ 73 ഇവിടുത്തെ കണക്ക്. അത് ഈ എന്തോ എല്ലാ വയസ്സുള്ളവരും അതന്നെ ഈ ഗ്രൂപ്പില് 10 to 72 അല്ലെ. നിങ്ങൾ പിന്നെ അക്ഷയ് പിന്നെ നിങ്ങളുടെ അമ്മേനെയൊക്കെ ഇടയ്ക്ക് എപ്പോഴും അമ്മ അച്ഛൻ എല്ലാരും ഉണ്ട്. അനിയനൊക്കെ ഉണ്ട്. ഫുള്ളുണ്ട്. എങ്ങനെയുണ്ട് കോളേജിലൊക്കെ പോകുമ്പോ എങ്ങനെയാ വീഡിയോ ഒക്കെ കാണാൻ? ഇതിന്റെ ചേട്ടനാണോ എന്ന് ചോദിക്കണം എല്ലാരും. ചേട്ടനാണോ? ബ്രദറാണോ എനിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാ നിങ്ങൾ അയലക്കംകാരായിരുന്നോ? ചേച്ചിയുടെ കൂട്ടുകാരനാണ് ചെറുപ്പം തൊട്ട് അറിയാം. ചേച്ചിയുടെ കൂട്ടുകാരനാണോ അല്ലേ? ചേച്ചിയുടെ കൂട്ടുകാരനായിട്ട് ചേച്ചിനെ അഭിനയിക്കാൻ വിളിച്ചില്ല? ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആദ്യം തൊട്ട് ചേച്ചിയായിരുന്നു. ചേച്ചിയായിരുന്നു. പിന്നെ ആൾക്ക് ആക്ടിങ്ങിനോട് വലിയ ക്രൈസ് ഇല്ല. പിന്നെ ഒരു വീട്ടിൽ നിന്ന് 2 താരങ്ങളൊന്നും വേണ്ട. രണ്ടല്ല 3 പേരുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഒരു 3 കസിൻസ് ആണ്. ഓ ഇനി ഒരാളും കൂടെ ഉണ്ട്. ഒരാളെ 2 രണ്ടുപേരുണ്ട്. ഇവള് അല്ലാണ്ട് വേറെ 2 പേരോട് നായികമാരാ. ആ 2 വീഡിയോയിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ പുള്ളിയാണല്ലേ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ. വലിയ എന്റെ സിനിമയെ കൂടെ അല്ല അതിനും വലിയ ഭാഗ്യം നമുക്ക് അറിയില്ലല്ലോ. ആ ശരിയാ. ഇപ്പൊ സിനിമയിലേക്ക് കയറാണെങ്കിൽ തന്നെ ഇവര് പറയുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ പറയട്ടെ, എന്റെ മാരൻ എന്റെ അശോകേട്ടൻ മറ്റേ സിനിമ വർത്താനം പോലെ എന്റെ അശോകേട്ടൻ അല്ലേ? ചിരിക്കുന്നുണ്ടല്ലോ. വാ ക്യാമറമാൻ ഞങ്ങളുടെ ക്യാമറമാൻ ശ്രീധർ സിബോസ്. ക്യാമറമാൻ. പേരെങ്ങനെയാ? ശ്രീധർ. ശ്രീധർ. എന്ത് ചെയ്യുന്നു? എനിക്ക് വെഡിങ് കമ്പനി ഉണ്ട്. വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെയാണ് ഒരു വഴിക്ക് ആക്കി കൊടുത്തേക്കുന്നത് അല്ലേ? എന്റെ വേറെ ഫ്രണ്ട് വഴി പരിചയപ്പെട്ട് അങ്ങനെ വന്നതാ. വേറെ ഫ്രണ്ട് വഴി വരും. കാശൊക്കെ കിട്ടാൻ ഞാനത് ഇവിടെയല്ലേ ചോദിക്കാനുള്ളത്. ലക്ഷങ്ങളല്ലേ ഓരോ വീഡിയോക്ക് ലക്ഷങ്ങളാണ്. ബ്ലാങ്ക് ചെക്കാണ്. മാസം എഴുതി എടുത്താൽ മതി. എഴുതിയെടുത്താ മതി. എല്ലാവർക്കും ഓരോ ചെക്ക് തന്നേക്കാണ്. പിന്നെ അവന്റെ കഴിവ് അത്ര നല്ല ആ കഴിവുള്ളതുകൊണ്ട് അത് ശരിയാ. ബ്ലറായിരിക്കും. നമ്മള് പുള്ളി ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ പറയും ഓക്കെ സൂപ്പർ സെറ്റാണ് പറയും. നമ്മള് പിന്നെ വിശ്വാസമുള്ളതുകൊണ്ട് പിന്നെ പിന്നെ നോക്കൂല. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ക്യാമറ ഇങ്ങനെയൊക്കെ കുറിക്കണം. ശരിയായിരിക്കും. ഫോട്ടോഗ്രാഫറാണ്. നിശ്ചിത ഫോട്ടോഗ്രാഫറാണ്. അതുകൊണ്ടാണ് അല്ലേ? വീഡിയോയിലേക്ക് മനസ്സിലാക്കണ്ടേ? അല്ല ഇവന്റെ കുലുക്കാൻ കണ്ടിട്ട് ഞാൻ ഗിംബൽ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഗിംബൽ തകർന്ന അഭിനയിക്കണേക്കും അച്ഛോ ഇതെന്താ ഒരാശൂടി പോട്ടെ ഷോട്ട്. ഒരാശൂടി പോവാം. എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മള് ഫുൾ പെർഫെക്ഷൻ നമ്മുടെ ചെയ്ത് അത് തന്നെ ഫുള്ള് കഴിയുമ്പോ ഇനി ഒരു തവണ ചിലപ്പോ റെക്കോർഡ് പെട്ടെന്ന് ഓണാക്കി റെക്കോർഡ് അഭിനയിച്ച് ചെയ്യുമ്പോ പറയും എടാ പ്രാവശ്യം ചെയ്യാ എന്ത് റെക്കോർഡായില്ലായിരുന്നു പറയും. അത് നമ്മള് അതായത് അവരൊരു കാലത്ത് വലിയ ആളായപ്പോഴത്തേക്കും നമ്മളെ അപമാനിക്കുന്നു. പക്ഷെ ഒരു ദിവസം അപമാനിക്കാന്നൊരു തരത്തില് വീഡിയോ എടുത്തായിരുന്നു. മറ്റേ കാട്ടിൽ വെച്ചിട്ട് സാധനം അപ്പോക്കലിപ്റ്റോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ. അപ്പൊ കാട്ടിൽ വെച്ച് നമ്മൾ അതിന്റെ ഒരു സ്പൂഫ് പോലെ ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മൾ ചെയ്തായിരുന്നു. ദാസികി സോയി എന്നാണ് ആ വീഡിയോയുടെ പേര്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തതാ. പുള്ളിയായിരുന്നു എന്റെ ക്യാമറമാൻ. മടിയനാണ് പുള്ളി. ഓടൂല ചാടൂല. ഇപ്പൊ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലുമ്പോൾ ഇരുന്നിട്ട് പുള്ളി ഷോട്ട് വെക്കും. അങ്ങനത്തെ അത്ര മടിയനാ. അതിനകത്ത് പുള്ളി ഒരുപാട് ഓടിക്കഴിഞ്ഞ് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ അവിടെ വീഡിയോ ഒക്കെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പുള്ളി വന്നിട്ട് അഭിനന്ദിച്ച് ക്യാമറമാനെ സമ്മതിച്ചേക്കണം. ക്യാമറമാനാണ് കുറെ അഭിനന്ദനം വന്നേക്കണേ. ഞങ്ങളെ ഓർഡർ അനുസരിച്ച് ക്യാമറ ഞങ്ങളുടെ പിന്തുണ. എനിക്ക് അങ്ങനത്തെ വീഡിയോ വേണം. ഈ ഷോർട്സ് ഒക്കെ ഓടാനൊന്നും ഇല്ലല്ലോ. ചാടുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചെയ്തില്ലായിരുന്നു? മറ്റേ ഇരുന്ന ഇരിപ്പിൽ ഒരാൾ കിണറ്റിലേക്ക് വീഴുന്നത് ഒരു സാധനം ചെയ്തില്ല? അത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ സ്കൂട്ടാണ് ചെയ്ത കോട്ടേക്കാട് ബോയ്സ് എന്ന് പറഞ്ഞു. അത് ഇവനെ കണ്ടിലേക്ക് പോണേ. അതേ ഞാൻ കണ്ടിരുന്നു. എന്താണ് എന്തെങ്കിലുമൊക്കെ പറ. അല്ല ചുമ്മാ എന്തെങ്കിലും ഒരു കൗണ്ടർ ഇവൻ ആണ്ടിലെ കൊല്ലത്തിലെ വാ ഓർക്കുള്ളൂ. പക്ഷെ അത് കൗണ്ടർ അടിക്കും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷം എന്ന് പറയണത് ഞങ്ങളെല്ലാവരും അല്ല ഇവനും ഞാനും പിന്നെ ഇവനും അവൾക്കൊക്കെ അത് ഉണ്ടോന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ചോദിക്കും നല്ലതാണോ ചേട്ടാ പോണോ
അങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങളാണ് സിനിമ കാണാൻ പോകുന്നത്? അല്ല, സിനിമ കാണാൻ പോണല്ല, ആക്ടിങ് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പോ നല്ലതാണോ പോണോ നല്ല ഇതാണോ എന്നൊക്കെ ചോദിക്കും. ആക്ടിങ് വിളിച്ചിട്ടുണ്ടോ? ചോദിക്കുമ്പോ വീഡിയോ കൊണ്ട് വിളിക്കണതാ. അപ്പൊ അച്ഛനോട് ചോദിക്കുമ്പോ അച്ഛനോട് ഓഫർ ഒക്കെ വരാറുണ്ട്. ഞാനല്ലേ പറഞ്ഞ ഞങ്ങളെ സൂപ്പർ പിന്നെ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ പണ്ട് മുതലേ ട്രൈ ചെയ്യും. ഞാൻ 3ാം ക്ലാസ് മുതൽ ഈ സിനിമയുടെ പുറകെ നടക്കണാണ്. കാസ്റ്റിംഗ് കോളിൽ എന്തെങ്കിലും വന്നാലും പോകും. ഒമർ ലുലുവിന്റെ പേജിന്റെ ഒക്കെ താഴെ പോയിട്ട് കമന്റ് ഇട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരന്മാരൊക്കെ എന്നെ എന്റെ ഗ്രൂപ്പിൽ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കളിയാക്കി. അപ്പൊ അന്ന് കട്ടപ്പനയിലെ ഋത്തിക് റോഷനിൽ പറഞ്ഞ പോലെ ഞാൻ അന്നേ പറഞ്ഞ ഡയലോഗ് അത്, എന്റെ അച്ഛൻ മമ്മൂട്ടി പോലെയൊന്നുമല്ല, എനിക്കാരും വീട്ടിൽ കൊണ്ട് തരുമൊന്നുമില്ല, കാല് പിടിച്ചിട്ടല്ലേ കിട്ടുള്ളൂ. ഒമർലുലു കണ്ടിട്ടില്ല. പിന്നെ ഒമർ ലുലുവിന് വേറെ എന്തൊക്കെ പണിയുണ്ട്. അല്ല, പുള്ളിയുടെ കുറെ പടങ്ങളിൽ പുതുമുഖങ്ങളെ അന്വേഷിക്കുമ്പോ ഓഡീഷന് പോയിട്ടില്ല. പുള്ളിയുടെ ഓഡീഷൻ ഒന്നും അറിയാറില്ല എന്നുള്ള. പിന്നെ വേറെ ഉദാവിലൊക്കെ അല്ലേ പുള്ളിയുടെ ഓഡീഷൻ നടക്കണം. അല്ല, ഇതിന് മുന്നേ ഓഡീഷൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഓഡീഷൻ ഇഷ്ടംമാതിരി പോയിട്ടുണ്ട്, ഇഷ്ടംമാതിരി ഓഡീഷനേ പോയിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ആരും ഇങ്ങനെ ഓഡീഷന് പോയിട്ട് എന്താ പറയുന്നത്? ഓഡീഷന് പോയിട്ട് ഓരോ സിറ്റുവേഷൻ വരെ അഭിനയിക്കാൻ പറയും, പിന്നെ വിളിക്കൂല. ഓവർ ആക്ടിങ് ആയിട്ടാണോ അറിഞ്ഞോ? അല്ല, എന്താണല്ലോ നിങ്ങൾ അതിലധികം ആൾക്കാർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ യൂട്യൂബ് തുടങ്ങിയത് പോലും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ഡ്രീം കൊണ്ടാണ്. ഞാനൊരു ഓഡീഷൻ ആയപ്പോൾ എന്നോട് ചോദിച്ചു, ആക്ട് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ, പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടോ? എന്റെ കാണിക്കാനായിട്ട് യാതൊരു പ്ലാറ്റ്ഫോമും ഇല്ല. ഞാൻ അഭിനയിച്ച വീഡിയോ ഒന്നും കാണിക്കാനില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് സക്സസ് ആയി. ഇല്ലെന്നേ, വഴിയേ വരും. നിരന്തരം നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കല്ലേ. മറ്റേ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഏതൊരു പടത്തിനാണ് നിങ്ങളൊരു നടനാകാൻ തീരുമാനിച്ചാൽ അത് ഏത് പടത്തിനാണ്? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. ആക്ടർ ആയെന്ന് വെച്ചപ്പോ നമ്മൾ അഭിനയിക്കുന്നത് ഇപ്പൊ ആ ഒരു പണി തന്നെയാണല്ലോ. പക്ഷെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു ആഗ്രഹം. അതെ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഞങ്ങളുടെ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കണ്ടാൽ കൊള്ളാന്ന് എനിക്കും ആഗ്രഹം. അച്ചോടാ, നടക്കും കേട്ടോ. അവന്റെ ആഗ്രഹം അതല്ലേ. അവൻ 3ാം ക്ലാസ് മുതൽ പറയുമ്പോൾ അല്ല, എന്റെ മാത്രം എന്റെ കൂടെ നടക്കണ എല്ലാവരുടെയും ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും. അതെ, ഞാൻ പോകുമ്പോ ഇവനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഓഡീഷന് പോകുമ്പോ ഇവരൊക്കെ എല്ലാവരും കൊണ്ടുപോകാറുണ്ട്. ആർക്കെങ്കിലും കിട്ടിയാലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ അവന് ആദ്യത്തെ പട്ടം കിട്ടി, പിന്നെ രണ്ടാമത്തതും കൂടെ ഒന്ന് കിട്ടി കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതൊക്കെ കിട്ടും. അമ്മച്ചി ഒന്ന് കഠിനമായിട്ട് പണിയെടുത്ത് എന്താണ് ഒന്നുകൂടെ ആക്ട് ചെയ്ത് ചിലപ്പോ ടക്കേന്ന് പറഞ്ഞു കേറും. ഞങ്ങള് പ്രൊമോഷനൊക്കെ ചെയ്തപ്പോ അതൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മമ്മ അതിനകത്ത് ടീഷർട്ടും പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പൊ അതില് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം സിനിമയിൽ വന്നിട്ട് ഏതെങ്കിലും ഓഡീഷന് പോയിരുന്നോ? ഞാൻ ഓഡീഷന് പോയിട്ടില്ല. അവൾക്ക് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആൾക്കാര്. പക്ഷെ അവൾക്ക് പിന്നെ അത് അത്ര ഇതായിട്ട് തോന്നിയില്ല. ആപ്റ്റായിട്ട് തോന്നിയില്ല. വരും. എന്താണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി തീർച്ചയായിട്ടും. ക്യാമറമാൻ ഇവരോട് റിസ്ക് ആയിട്ടുള്ള ഒരു അടുത്ത അഡ്വഞ്ചറസ് ഷൂട്ട് ചെയ്യും. ക്യാമറമാൻ ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ഉണ്ട്. ഓരോ വീഡിയോ വരുമ്പോ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അഭിനയിക്കും. ഉള്ള വീഡിയോ റീച്ച് അത് ഇച്ചിരി ചെറിയ സീനാണെങ്കിലും ഞാനോർത്ത് സത്യത്തില് സ്വന്തമായിട്ട് പോയിട്ട് അപ്പൊ തന്നെ റീച്ച് അടിക്കുക. പറയുകയാണെങ്കിൽ കുഴിമന്തി എന്താണെങ്കിലും നിങ്ങളോടൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. അമ്മാമ്മ പറഞ്ഞ പോലെ ബിഗ് സ്ക്രീനിലെത്തട്ടെ. ഓക്കെ, അത് എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. എന്റെ വയസ്സാം കാലത്തെ ആഗ്രഹം. മമ്മൂക്കയുടെ പ്രായമൊന്നുമല്ല, മമ്മൂക്കനെക്കാൾ ഇളയതാണ്. എനിക്കറിയില്ല. ആണോ? എനിക്ക് 2-3 മാസത്തോടെ കഴിഞ്ഞ 73 എന്തായാലും അമ്മാമ ഇങ്ങനെ അടുത്ത് നമ്മൾക്ക് ഇങ്ങനെ പറയും വീഡിയോ ചെയ്യണം പറ്റി. വയസ്സായില്ലേ, അമ്മാമയ്ക്ക് അത് പറ്റുമോ? ഞാൻ മമ്മൂക്കാരെ കാണിച്ചു കൊടുക്കും. ആ മനുഷ്യൻ എത്ര വയസ്സുണ്ടെന്ന് അറിയോ? വയസ്സുണ്ടാവും. എന്താണെങ്കിലും അക്ഷയ് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു എന്താ പറയാ, പലരും യൂട്യൂബ് ഒക്കെ തുടങ്ങുന്ന വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അക്ഷയ്ക്ക് ഒരു പാഷൻ ഉണ്ട്. അക്ഷയുടെ ഒരു ഡ്രീമിലേക്ക് എത്താനുള്ള തീർച്ചയായിട്ടും അക്ഷയ് കണ്ടിന്യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ പോലും നിങ്ങളൊരു ഇന്റർവ്യൂവിന് വിളിച്ചത് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ്. സോ നെക്സ്റ്റ് ലെവല് നിങ്ങൾ ഉറപ്പായിട്ടും ഇതാവും. ആളുകളൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ തോന്നല്ലേ? പിന്നെ ആക്ടിങ്ങിന് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
വിമർശനം നല്ലതാണ്. വിമർശിച്ചിട്ടുണ്ടോ? ഉണ്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നെക്സ്റ്റ് ലെവൽ അത് എന്ത് ചെയ്യണമെന്നാണ് തോന്നുന്നത്? ഞാൻ ഇങ്ങനെ പറയും. പിന്നെ ആൾക്കാർ തെറി പറയുമ്പോ എനിക്ക് ഇഷ്ടമല്ല. അതായത് നമ്മൾ പറയണത് അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. അതായത് ബ്രോ ആ വീഡിയോ കൊള്ളില്ല, ഒന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ ബ്രോ അങ്ങനത്തെ വീഡിയോ എടുത്തല്ലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, വേറെ രീതിയിൽ അഭിനയിച്ചോളൂ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. അതെ കുഴപ്പമില്ലല്ലോ. കാറ്റ് പിടിയതാ. ഞങ്ങളുടെ നായിക ജസ്റ്റ് മിസ്സാണ്. പേടിച്ച് അമ്മ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോ മോൾക്ക് കയറായിരുന്നു. ഞാനും വിചാരിച്ചു ഞാൻ വണ്ടി പറഞ്ഞു തെറ്റിട്ടതല്ല, നമ്മള് വന്ന ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഇവരിരുന്ന സ്ഥലത്ത് ഡിസാസ്റ്റർ എവിടെ ചെന്നാലും ദുരന്താണല്ലോ ഈശ്വര. ഞാനതിനെ ഒന്ന് ഒരു ഭയങ്കര എന്താ പറയാ നിങ്ങൾക്കുള്ളൊരു വിഷമ രീതിയിൽ മാറ്റി ഒരു സന്തോഷം പിടിക്കാൻ വന്നത്തേക്കും മനസ്സിലായില്ലേ? അറിയാൻ വേണ്ടി ഇതൊക്കെ മറികടന്നാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണേ. ഇതിനെയൊക്കെ മറികടന്ന് മറികടന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യണേ. അപ്പൊ ശരി, എല്ലാവർക്കും എന്താ പറയാ നല്ലത് മാത്രമായിട്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. വിളിക്കുമ്പോ ഇനി ഞുള്ളി എടുത്തിട്ട് തലകിട്ടിട്ടു. ശരി അമ്മച്ചി. ശരി അക്ഷയ്. അപ്പൊ ഇവരുടെ റീച്ച് കുറയുമ്പോ റീച്ച് കുറഞ്ഞാല് ഞങ്ങളുടെ വീഡിയോക്ക് വേണ്ടിട്ട് ഒരു ഗസ്റ്റ് റോൾ. അപ്പൊ ഞാൻ എനിക്കില്ലാത്തപ്പോ ഞാൻ ഗസ്റ്റ് റോള് വിളിക്കാം. താങ്ക് യു. ഓക്കെ താങ്ക് യു.